ഷുഗർ പേഷ്യൻ്റ് ഇത് കഴിച്ചാൽ ഷുഗർ ഒന്ന് കൺട്രോളിൽ വച്ചേക്കാൻ പറ്റും കേട്ടോ. അതെന്നാന്നറിയാവോ? കോവയ്ക്കയാണ്. ഈ കോവയ്ക്ക ഇച്ചിരി ഉപ്പും മഞ്ഞളും ഇട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഒത്തിരി വേവിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഇച്ചിരി വാടിക്കിട്ടിയാൽ മതിയേ. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം. എന്നാന്ന് വെച്ചാൽ നന്നായിട്ട് വേവിക്കാൻ പാടില്ല. വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് പോവും. ഈ കോവയ്ക്ക ഉണ്ടല്ലോ, നമുക്ക് പച്ചയായിട്ടും കഴിക്കാം, തോരൻ വെച്ച് കഴിക്കാം. പച്ചയായിട്ട് കഴിക്കുവാണെങ്കിൽ വെള്ളരി പിഞ്ചുണ്ടല്ലോ, അത് കഴിക്കുന്ന പോലെ ഉണ്ടാവുമേ. ഇത് നമുക്ക് അടച്ചു വെച്ച് 1 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. 1-1.5 മിനിറ്റേ വേവിക്കാൻ പാടുള്ളൂ. ഉടനെ തന്നെ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കണം. ഓപ്പൺ ചെയ്ത് നോക്കാം. വെന്തിട്ടുണ്ട്, വാടി കിട്ടിയിട്ടുണ്ട്. തോരൻ വയ്ക്കാൻ വേണ്ടി ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കറി ലീഫ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഓനിയൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ച് വച്ചേക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലക്കൂട്ട് റെഡിയാക്കാൻ വേണ്ടി തേങ്ങ, ജീരകം, പച്ചമുളക്, ചെറിയ ഉള്ളി എടുത്ത് അതൊന്ന് മിക്സിയിൽ ഒരടി അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്തിട്ട് വന്ന കൂട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേച്ച് ഇതൊന്ന് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കോവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഷുഗർ പേഷ്യൻറ്റിന് ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള ഒരു തോരനാണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.